മദ്യനയത്തിൽ സംസ്ഥാന സർക്കാർ ചർച്ച ആരംഭിച്ച വിവരങ്ങൾ നൽകാൻ പ്രജിത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, കള്ളുഷാപ്പ് ഉടമകളുമായിട്ടായിരുന്നല്ലോ ആദ്യഘട്ട ചർച്ച. എക്സൈസ് മന്ത്രി ചർച്ച നടത്തി. നാളെ ബാർ ഉടമകളുമായി ചർച്ച നടത്തും. അപ്പോൾ ഈ കള്ളുഷാപ്പുകളുടെ ദൂരപരിധി കുറയ്ക്കണമെന്ന് മന്ത്രിതല ചർച്ചയിൽ ആവശ്യമുയർന്ന സാഹചര്യമുണ്ടല്ലോ. സർക്കാർ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ആദ്യഘട്ടത്തിൽ? ലക്ഷ്മി, സംസ്ഥാനത്ത് ബാർക്കോഴ വിവാദം കത്തിപ്പടർന്നു നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ സർക്കാർ ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ടൂറിസം വകുപ്പൊക്കെ മദ്യനയവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ചർച്ച വിളിച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ എക്സൈസ് മന്ത്രിയൊക്കെ പ്രതിപക്ഷം വലിയ രീതിയിൽ പരിഹസിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ എക്സൈസ് മന്ത്രി നേരിട്ട് ഈ വിഷയത്തിൽ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിലൊരു കൗതുകരമായ കാര്യം. ഇന്ന് കള്ളുഷാപ്പ് ലൈസൻസുകളുമായും അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ നേതാക്കളുമായിട്ടൊക്കെ ആയിരുന്നു ഇന്നത്തെ പ്രാഥമിക ചർച്ചകൾ എന്ന് പറയുന്നത്. ആ ചർച്ചയിൽ പ്രധാനമായും ഈ കള്ളുഷാപ്പ് ലൈസൻസുകൾ മുന്നോട്ട് വെച്ചത് അവർ കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യം തന്നെയാണ്. ഈ ആരാധനാലയങ്ങൾക്കും സ്കൂളുകൾക്കുമൊക്കെ അടുത്ത് നിന്നുള്ള 400 മീറ്റർ ദൂരപരിധി എന്നത് കുറയ്ക്കണമെന്നുള്ളൊരു ആവശ്യം അത് നേരത്തെയും അവർ ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ കാര്യമായ ഒരു പരിഗണന കിട്ടാതെ പോയിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ആ വിഷയം അല്ലെങ്കിൽ ആ ഒരു വിഷയമാണ് അവർ പ്രധാനമായും സർക്കാരിന്റെ മുന്നിലേക്ക് വെച്ചത്. എന്തായാലും നാളെ ബാർ ഉടമകളുമായി സർക്കാർ ഈ തലത്തിൽ അല്ലെങ്കിൽ എക്സൈസ് മന്ത്രി നേരിട്ട് ഈ ചർച്ചയ്ക്ക് പോകുമ്പോൾ ഏറ്റവും നിർണായകമായ ദിവസം നാളെ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ ബാറുകളുടെ സമയം കൂട്ടുന്നത്, ഡ്രൈ ഡേ ഒഴിവാക്കുന്നത് തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ, നിർദ്ദേശങ്ങൾ അതൊക്കെ നേരത്തെ തന്നെ സർക്കാരിന്റെ പരിഗണനയിലുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നാളെ ഈ ആവശ്യങ്ങൾ ബാർ ഉടമകൾ മുന്നോട്ട് വെക്കുമോ, അല്ലെങ്കിൽ അത് സർക്കാർ കൃത്യമായി അല്ലെങ്കിൽ എക്സൈസ് മന്ത്രി നേരിട്ട് അത് പരിഗണിക്കുമോ തുടങ്ങിയിട്ടുള്ള ചർച്ചകളൊക്കെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകളും ഒക്കെയാണ് നമ്മൾ ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ വിവാദം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ബാർക്കോഴയ്ക്ക് വേണ്ടിയിട്ട് പണം പിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഡ്രൈ ഡേ ഒഴിവാക്കുന്ന തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ സർക്കാരിന്റെ മുന്നിലേക്ക് വയ്ക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പണം നൽകേണ്ടി വരും. ആ പണം നൽകുന്നതിന് ഓരോരുത്തരും 2 ലക്ഷം രൂപ വെച്ച് നൽകണമെന്നുള്ള ബാർ ഉടമകളുടെ ഇടുക്കിയിലെ പ്രധാനപ്പെട്ട നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ഇങ്ങനെ ഒരു വിവാദമുണ്ടായത്. അത് പിന്നീട് സർക്കാർ നിരസിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഈ ബാർക്കോഴ വിവാദത്തിൽ അന്വേഷണം വേണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതിലൊന്നും കൃത്യമായുള്ളൊരു നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്ത സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാന എക്സൈസ് വകുപ്പ് തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളിൽ ടൂറിസം വകുപ്പ് നേരിട്ട് യോഗം വിളിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ. അത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത് പ്രത്യേകിച്ച് ഇതൊന്നും എക്സൈസ് മന്ത്രി അറിയുന്നില്ലേ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. വകുപ്പ് ഭരിക്കുന്നത് ആരാണ് എന്നുള്ള തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഇത്തരത്തിൽ ഒരു മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ തലത്തിലുള്ള ചർച്ചകൾക്ക്, മന്ത്രിതല ചർച്ചകൾക്ക് തുടക്കമാകുന്നത്. ഇതോടൊപ്പം തന്നെ നിരവധി വിഷയങ്ങൾ സർക്കാരിന്റെ മുന്നിലുണ്ട്. പ്രത്യേകിച്ച് ഈ ബ്രൂവറികളുമായി ബന്ധപ്പെട്ടും ഡിസ്റ്റിലറികളുമായി ബന്ധപ്പെട്ടുള്ള വിവിധ വിഷയങ്ങൾ നിലനിൽക്കുന്നു. മദ്യം കയറ്റുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ നിർദ്ദേശങ്ങൾ നിൽക്കുന്നു. ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം സർക്കാരിന്റെ മുന്നിലുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ നാളെ തൊട്ട് പരിഗണന അല്ലെങ്കിൽ ഈ വിഷയങ്ങളിലൊക്കെ ചർച്ചകൾ തുടരുകയാണ്. എന്തായാലും നാളെയാണ് നിർണായക ദിനം. പ്രത്യേകിച്ച് ബാർ ഉടമകൾ ഈ വിവാദം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, ബാർക്കോഴ വിവാദം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, ബാർ ഉടമകൾ പണപ്പിരിവ് നടത്തിയ ഒരു സാഹചര്യത്തിൽ, അതുമായി ബന്ധപ്പെട്ടുള്ള ശബ്ദ സന്ദേശമൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ അവരുടെ സംഘടനാ പ്രതിനിധികളുമായിട്ടൊക്കെയുള്ള ചർച്ചകൾ നാളെ നടക്കുന്ന സാഹചര്യത്തിൽ വളരെ നിർണായകമായ ഒരു ദിനമാണ് നാളെ വരുന്നത്. ലക്ഷ്മി. ശരി.